അങ്ങനെ നമ്മുടെ ദോശയ്ക്ക് വേണ്ട സ്പ്രൗട്ട്സ് എല്ലാം മുളച്ച് കഴിഞ്ഞു. വേണ്ട ഗോതമ്പ് മാത്രം കുറച്ച് കൂടുതൽ സമയം എടുക്കും. അങ്ങും ഇങ്ങും മുളയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. ഗോതമ്പ് നല്ല റിച്ച് ഫൈബറാണ്. ഗോതമ്പ് കടലയൊക്കെ മുളച്ച് കഴിഞ്ഞതാ. കടല, ചെറുപയർ, അല്ല ഉഴുന്നാണിത്. ഉഴുന്ന്, തോടുള്ള ഉഴുന്ന്, മുതിര. വേറെ എന്ത് ഇഷ്ടമില്ലാത്ത സാധനം വേണ്ടാന്ന് വയ്ക്കാം. ഇത് ചെറുപയർ, ഇത് പയർ, നമ്മുടെ ചുവന്ന പയർ, ഇത് ഉലുവ. എല്ലാം മുളച്ച് കഴിഞ്ഞ് ഇനി ഇതെങ്ങനെ ദോശ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാം മുളപ്പിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഒരു 4 മണിക്കൂർ മുമ്പ് ഇച്ചിരി അരി വെള്ളത്തിലിട്ടിരുന്നു, ഇതിൻ്റെ കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ട്. എല്ലാം നമ്മുടെ കൈക്ക് ഒരു പിടി കണക്ക് വെച്ചാൽ മതി. ഒരു പിടി പച്ചരി, ഒരു പിടി നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഇടുന്ന റൈസ് ഉണ്ടല്ലോ, അതൊരു പിടി, ഒരു പിടി ഉഴുന്ന്, 3 ഒരേ കണക്കിന്. ഒരു പിടി പച്ചരി, ഒരു പിടി ഇഡ്ഡലി റൈസ്, ഒരു പിടി ഉഴുന്ന്, 3ഉം കൂടെ ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുക. ഇതിലേക്ക് ആ അരി വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ 2-3 വറ്റൽമുളക്, ഞാൻ എരിവ് നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. ഞാൻ വറ്റൽമുളക് പൊടിയെക്കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് വറ്റൽമുളകിനായിരിക്കും. വറ്റൽമുളക്, 3-4 കഷ്ണം ചുമന്നുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുരുമുളക്, കരിയാപ്പില, ഉപ്പുപൊടി, കായം എൻ്റെ അടുത്ത് പൊടിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇച്ചിരി കായം വെള്ളത്തിലിട്ട് അലിയിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ എങ്ങനെ ഒന്ന് അരയ്ക്കാം, നമുക്ക് അരയ്ക്കുന്നത് കാണിക്കും. ഇതിലേക്ക് ഞാൻ എല്ലാം കൂടെ മിക്സ് ചെയ്തു. ഉഴുന്ന് മുളപ്പിച്ചത്, കടല, ചെറുപയർ, നമ്മൾ മുളപ്പിച്ച് വെച്ചിരുന്ന സ്പ്രൗട്ട്സ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അതിലേക്ക് ഉള്ളി, കായം എല്ലാം ചേർത്തു. നമ്മുടെ കയ്യിലിരുന്ന് എല്ലാം ചേർത്തു. ഇനി ഇത് ഞാൻ അരച്ചെടുക്കാം. നല്ല പോഷക സമൃദ്ധമായിട്ടുള്ളതാണ്, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഈ മുളപ്പിച്ച പയറൊക്കെ വെറുതെ കഴിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അതിപ്പോൾ ഏതാ ഇങ്ങനെ ദോശയോ ഒക്കെ ആക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരു മിക്സിയുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവ് അരച്ച് വെച്ചു. ഇതിലേക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇടാം. ഇലയായി ഇത്രയും കട്ടി മതി. തീരെ വെള്ളം പോലെ വേണ്ട. മാവ് അരച്ച് വെച്ചു. ഇനി എങ്ങനെ ചുടുന്നതെന്ന് കാണാം. അതിനായിട്ടൊരു ദോശക്കല്ല് ചൂടാക്കി നമുക്കൊരു ദോശ ചുട്ട് നോക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായി. നമുക്ക് നന്നായിട്ട് ഇച്ചിരി എണ്ണ വരട്ടിയിട്ട് ദോശ ഒഴിച്ച് നോക്കാം. നല്ല ഗുണമുള്ള ദോശയാണ്. പിന്നെ കുറച്ച് ഇങ്ങനെ പരത്തണം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യ് ചേർക്കാൻ പോവാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് നോക്കാം. നെയ്യ് ഇഷ്ടമില്ലാത്തവർ ഒഴിക്കണ്ട, വളരെ കുറച്ച് നെയ്യ് ഒഴിക്കും. ഇട്ട് ഒരു വശം നല്ല മൂത്ത് കഴിഞ്ഞിട്ട് നല്ല മണം വരുന്നുണ്ട്. കായം, കുരുമുളകൊക്കെ ചേർന്നുകൊണ്ട് ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല. വയറിന് നല്ലതാണ്. എല്ലാം മുളപ്പിച്ചതായതുകൊണ്ട് മുളച്ച ധാന്യങ്ങൾ കഴിക്കുന്ന ഗുണവും കിട്ടും. നമുക്കെടുത്ത് നോക്കാം. നല്ല മുരിഞ്ഞിരിക്കുക. ഇതിനകത്ത് ഇനി മുരിങ്ങയിലയൊക്കെ ഇഷ്ടമുള്ളവർക്ക് മുരിങ്ങയില ഇടാം. അപ്പോൾ ആ ഇലയുടെ ഗുണവും കിട്ടും, മുളപ്പിച്ച ധാന്യത്തിൻ്റെ ഗുണം കിട്ടും. എല്ലാം നല്ല ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ളൊരു ദോശയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് പുളിപ്പിക്കുകയൊന്നും വേണ്ട. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.